ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അതുല്യ കലാകാരനാണ് റോബിൻ വില്യംസ് എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ. കാരണം ചില ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് മരണശേഷവും അവരെ ആളുകൾ അല്ലെങ്കിൽ ഒരു സിനിഫൈൽസ് ആണെങ്കിലും നോർമൽ ആളുകളാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ, അവരുടെ ഒരു ജീവിതത്തിലൊക്കെ ഒരു മിനിറ്റെങ്കിലും ഇതുപോലത്തെ ആർട്ടിസ്റ്റുകളെ ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു സിനിമാ ജീവിതത്തിൽ ആരായിരുന്നു എന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ല. റോബിൻ വില്യംസ് അങ്ങനെയുള്ള ഒരു ആക്ടറാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കാരണം ചിക്കാഗോയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1951 അദ്ദേഹം കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലുമൊക്കെ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയത്. അതിനുശേഷം പോപ്പേ എന്ന് പറയുന്ന ഒരു മൂവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് ത്രൂ ആയത്. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഗുഡ് വിൽ ഹണ്ടിങ് ആണെങ്കിലും, അവൈക്കനിങ്സ് ആണെങ്കിലും, അലാദിൻ ആണെങ്കിലും, മിസ്സസ് ഡൗട്ട്ഫെയർ ആണെങ്കിലും, സോ അങ്ങനെയുള്ള എത്ര മൂവീസ്, ടെലിവിഷൻ ഷോസ്, അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ മരണം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അതൊരു സൂയിസൈഡായിരുന്നു. അദ്ദേഹത്തിന് ലൂയി ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. സോ ഒരു അസുഖത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങളായിരുന്നു ആ ഒരു ആൻസൈറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ഡിപ്രഷൻസ്, അങ്ങനെ സിവിയർ ഡിപ്രഷൻസിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയത്. മരണം കഴിഞ്ഞ് ഒരു 11 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും അദ്ദേഹം ആളുകളുടെ ഉള്ളിൽ കൂടി ജീവിക്കുന്നതിന് ഇതിലും വലിയ തെളിവുകളും വിശേഷണങ്ങളും ഇല്ല.